അല്ലേ എന്നാന്ന് രാവിലെ ഒന്ന് അമ്പലത്തിൽ അല്ലെങ്കിൽ വ്യാഴാഴ്ച ഒന്ന് പോകണമെന്ന് വിചാരിച്ചായിരുന്നു. വ്യാഴാഴ്ചയാണ് കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഒന്ന് പോവുകയാണ്. ഞാനും കേശുവും ദേവും കൂടാണ് പോകുന്നത്. ഇവിടെ അടുത്ത് നടന്നു പോകണല്ലോ. ഞങ്ങൾ പോയിട്ട് പോകുന്ന വഴിയൊക്കെ കേശു അമ്പലത്തിൽ പോകുന്ന കാര്യം പറഞ്ഞുണ്ടോ? പനിയാണ്, പനിയൊക്കെ ഉണ്ട്. അത് സാരമില്ല, അതൊക്കെ അങ്ങ് വായിക്കണം, കുഞ്ഞുങ്ങളല്ലേ. നല്ല ആശുപത്രിയിലൊക്കെ മരുന്നൊക്കെ മേടിച്ചു. എൻ്റെ സാരിയൊക്കെ കൊടുത്താണ് പോകുന്നത്. കണ്ട് നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. നേരായ വഴി ഇതല്ല കേട്ടോ, ഇത് ചെരിഞ്ഞിട്ടുള്ള വഴിയാണ്. അമ്പലത്തിലൊന്ന് പോവാ, അവധിയല്ല എന്നാന്ന് ഇവനൊരു പനിക്കോളും ഒക്കെ ഉണ്ട്. ആശുപത്രി കൊണ്ടുപോയായിരുന്നു. ഈ പോകുന്ന വഴി ശരിക്കും അമ്പലത്തിലോട്ടുള്ള യഥാർത്ഥ വഴിയല്ല. ഇത് നമ്മുടെ ഊടുവഴികളിലൂടെ കയറി പെട്ടെന്ന് നമ്മളൊരിടത്ത് പോകാൻ വേണ്ടിയിട്ട് പോകത്തില്ലേ, അങ്ങനെ പോകുന്ന വഴിയാണ് കേട്ടോ. മെയിൻ വഴി വേറെ ഉണ്ട്. അങ്ങനെ ചേട്ടാ ചോദിച്ചു, വാ കുഞ്ഞ് എവിടെ പോവാ? അമ്പൂറ്റി പോവാന്ന് പറഞ്ഞായിരുന്നോ? അമ്പൂറ്റി കാണണ്ടേ? നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് പോകുന്നത്. ഇവിടെ അടുത്ത് തന്നെ പുളിമൂട്. നമ്മൾ പൊൻപുഴ, കൃഷ്ണൻ്റെ അമ്പലം, പുളിമൂട്. അമ്മയാണ്ട് ചുള്ളിലും വലിച്ചുകൊണ്ട് അമ്മ പോകുന്നത്. നടന്നു. ചക്ക കിടക്കുന്ന കണ്ടോ ഗൈസ്? ചക്ക മരത്തിൽ ചക്ക കണ്ടോ? വീണ്ടും ചക്ക, ഇഷ്ടം പോലെ ചക്ക. ഇതാണ് ഞങ്ങളുടെ പാറ. ഇതേ കണ്ടോ, കൊക്കാണോ ഇരിക്കുന്നത്? കൊക്ക് പറന്നും പോയി. മുണ്ടിയായിരുന്നു. ഇതിലെ കയറിപ്പോ ഇതിപ്പോൾ തൊണ്ടായി. നേരത്തെ ഇവിടെ വെള്ളം ഉണ്ടെങ്കിൽ ഇത് തൊണ്ടല്ല. അതെ, വെള്ളമില്ലാത്ത പക്ഷമാണ് ഇവിടെ തൊണ്ട്. വെള്ളമുള്ളപ്പോൾ ഇത് തൊണ്ടല്ല. കണ്ടോ, ഇതിലേക്കൂടെ എല്ലാം നല്ലപോലെ വെള്ളം ഒഴുകി വരുന്നതാണ്. അപ്പം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ശോചനീയമായി കിടക്കുന്നത്. കാക്ക കണ്ടോ? കാക്കയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേശു. പയ്യെ ഇറങ്ങാവുള്ളൂ ഈ പാറയ്ക്കകത്തൂടൊക്കെ. ഇതിനെയാണോ അമ്മേ കല്ലും മുള്ളും താണ്ടി പോവാന്ന് പറയും? കണ്ട, കണ്ടോ ഗൈസ്, ചെമ്പരി. നീ ആരാടാ? ചെമ്പരത്തിപ്പൂ നിൽക്കുന്ന കണ്ടോ? എന്ത് രസാ, ഒരുപാടെണ്ണം. അമ്മ ഒരെണ്ണം പറിച്ചു. തിരിപ്പൂ. ഓ, ചെമ്പരത്തി. കേശു എന്തിനാ കേശു പൂ പറിച്ച? പൂ എന്തിനാന്ന് പറഞ്ഞേ കേശു? പൂ എന്തിനാ കേശുവിന്? അമ്പൂറ്റി കൊടുക്കാനാണോ? അതെ, ഹത്താലായിട്ടുണ്ട്. ഞങ്ങൾ അമ്പലത്തിലോട്ടാണ് പോകുന്നത്. പോകുന്ന വഴി വല്ല കല്ലേറും കിട്ടിയ മാങ്ങ കിടക്കുന്നുണ്ടോ? എവിടെ? കൈ എത്താമെങ്കിൽ തിരിച്ചു വരുമ്പം പറിച്ചോണ്ടോ? കൈ എത്തുമോ? പിന്നെ എനിക്ക് മുന്നേ സഞ്ചരിക്കുന്ന എൻ്റെ നിഴലുകൾ. ബൊഗെയിൻവില്ല പൂക്കൾ നിൽക്കുന്നത് കണ്ടോ? ബൊഗെയിൻവില്ല എന്നൊക്കെ ഇപ്പോഴാണ് പേര് വന്നത്. ഞങ്ങൾ നേരത്തെ കടലാസ് ചെടി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം സ്റ്റൈലായിട്ട് ഞങ്ങൾ ബൊഗെയിൻവില്ല എന്ന് പറയും. അമ്പലം എടുക്കാറായി ഗൈസ്. നടന്ന് അണയ്ക്കുന്നു. നടക്കാതിരുന്ന് നടക്കുമ്പം അണപ്പൊക്കെ വരും, സ്വാഭാവികം. ഓ എൻ്റെ ദൈവം, ബ്രേക്കിൻ്റെ ഷൂ ഒക്കെ പോയതാണ്. ഷൂ അല്ല, ബുഷ്. ആ കാണുന്നതാണ് കൃഷ്ണൻ്റെ അമ്പലം. കണ്ടോ? നമുക്ക് അമ്പലത്തിലോട്ട് നീങ്ങാം. കയറി തൊഴുതിട്ട് വരാം കേട്ടോ. അതേ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇത്തിത്താനം. ഇത് കണ്ടോ, അമ്പലത്തിലെയാണ്. കാളതുള്ളലിന് വേറെ അമ്പലത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. നടയ്ക്ക് നേരെ നിർത്തിയിരിക്കുവാണ്.
നല്ല ആളായിരുന്നു. നമ്മൾ പ്രസാദമൊക്കെ കഴിപ്പിച്ചു ഏട്ടൻ്റെയും കുഞ്ഞിൻ്റെയും പേരിൽ. പാൽപ്പായസമൊക്കെ മേടിച്ച് കൂറിയൊക്കെ തൊട്ട് നിൽക്കുന്ന കണ്ടോ. യേശു അമ്പോറ്റി എന്നാ പറഞ്ഞു? യേശു എന്നാ പറഞ്ഞു അമ്പോറ്റി? ആവിയൊക്കെ മാറ്റാനേ എന്നെ ബാധിച്ചോ? പിന്നെ ഒന്ന് കാളെ തൊടിക്കട്ടെ. തൊടിക്കാവുന്നതാണോ? കാണുന്ന വീഡിയോ കാണുന്നില്ല നിൽക്കുന്നത്. അങ്ങനെ തൊഴുതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി പായസവും മേടിച്ച് അർച്ചനയൊക്കെ കഴിപ്പിച്ച് ഞങ്ങളിനി വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. 9:15 ഒന്നും കഴിക്കാൻ വെച്ചിട്ടില്ല. ചെന്നിട്ട് വേണം ഇനിയെല്ലാം ചെയ്യാനായിട്ട്. ബന്ധമൊക്കെ ആയ കാരണം ഇന്നെല്ലാം പതുക്കെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. ബന്ധാണെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ജനസൗകര്യമാണ്, ജനസൗകര്യം. സാധാരണ വ്യാഴാഴ്ച ആദ്യ വ്യാഴാഴ്ചയൊക്കെയാണ് ഇത് ഇത്ര ആളുകളൊക്കെ ഇവിടെ വരുന്നത്. ഇന്ന് ഭയങ്കര തിരക്ക്. ആദ്യ വ്യാഴാഴ്ച വരുന്ന ആളുകളെക്കാട്ടിലും തിരക്ക് ഇന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് ബന്ധാണ്, ആർക്കും ഇങ്ങും പോകണ്ട, എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഇന്നൊരു ദിവസം എല്ലാവരും ഇവിടെ മാറ്റി വെച്ചായിരിക്കും. എന്നാലും ഇത്രയും തിരക്കല്ലേ? അതെ, ഒത്തിരി പേര് പോകുന്നു. ഒരുപാട് വഴിപാടുകൾ ഒത്തിരി നേരം നിന്നിട്ടാണ് നമ്മുടെ പോലും വഴിപാടുകൾ കഴിച്ച് കിട്ടിയത്. നമുക്ക് ആകെ 2 അർച്ചനയോ. ഭയങ്കര ആളായിട്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അമ്പലത്തിൽ നിന്നല്ല നമ്മൾ വേണ്ട വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് കേശു കിണങ്ങുവാണേ ഉറങ്ങാനായിട്ട്. അവനത് കിടക്കണം തൊട്ടിക്കകത്ത്. ഇന്നലെ കെട്ടിയ തൊട്ടിക്കകത്ത് അവന് കിടക്കണം. വേണ്ടേ, ഇന്നലെ കേശുവിൻ്റെ കൊച്ചച്ഛൻ കെട്ടിയ തൊട്ടിയാണ്. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. ഇത് കേശുവിൻ്റെ കൊച്ചച്ഛൻ കെട്ടുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ചിറ്റയുടെ മോൻ ഇവിടെ വരുന്നു. ചിറ്റയുടെ മോൻ അമ്മയുടെ ചേച്ചിയുടെ അമ്മയുടെ അനിയത്തിയുടെ മോൻ, നമ്മുടെ ചിറ്റയുടെ മകൻ. അപ്പോൾ അതേണ്ട അതിനകത്തോട്ട് കേശുകുട്ടാപ്പിനെ കിടത്താൻ പോവാണ്. എന്നിട്ട് അച്ഛമ്മ പാട്ട് പാടും. വാവോ അവന് വലിയ ഇഷ്ടമാണ് പാട്ടൊക്കെ പാടി. ഇവിടെ അവൻ്റെ കൂടി ഇരിക്കണമെന്നാ. നമുക്ക് പണിയെല്ലാം കിടക്കും അകത്തെ. ഒന്നും ചെയ്ത് രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയല്ലോ. നീ ഈ കുഞ്ഞാരിക്ക് ഇന്നലെ ഇച്ചിരി കഴിക്കാൻ കൊടുത്ത് അവനെ ഒന്ന് ഉറക്കിയിട്ട് വേണം. ഞങ്ങൾക്ക് ബാക്കി പണിയില്ല. അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ടു. കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരെ കണ്ടു. അവിടെ വെച്ച് എല്ലാവരും നമ്മളെ അറിയാവുന്നവരും എൻ്റെ കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരോടും സംസാരിച്ചു. ഒത്തിരി സന്തോഷമായി ഭഗവാന്റെ അടുത്ത് പോയിട്ട് വന്നപ്പോൾ. എൻ്റെ കുഞ്ഞിന് പനിയായിരുന്നു. അതിന് വേണ്ടി ഞാൻ പോയപ്പോൾ എൻ്റെ പുന്നാട് പനിയൊക്കെ മാറി കിടക്കുന്ന കിടപ്പ് കണ്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും ടാറ്റാ.